തുടങ്ങാം, എനർജിയോടെ തുടങ്ങാം. വാ. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ഓഡിറ്റിംഗ്? ഓക്കെ, ഫൈൻ. നമുക്ക് ഇന്നത്തെ ഏരിയ നോക്കാം. ഇതല്ലേ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം തൊട്ട് നോക്കാം. എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ? എല്ലാവരും എനർജിയോടെ ആക്റ്റീവായിട്ട്. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം? ഇറ്റ് ഇസ് എ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ക്വസ്റ്റ്യനിങ് മൈൻഡ്. ഓ, ഈ എനർജി നേരത്തെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ചത്തൊടിഞ്ഞ പോലെയാണ്. ഈ ചില വാഴയ്ക്കൊക്കെ ഇങ്ങനെ താങ്ങ് കൊടുക്കൂലേ, അതുപോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫൈൻ. എന്താണ്? ഇറ്റ് ഇസ് എ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ ക്വസ്റ്റ്യനിങ് മൈൻഡ്. പിന്നെ എന്താണ് കീവേഡ്സ്? ബീയിങ് അലേർട്ട് ടു കണ്ടീഷൻസ് വിച്ച് മേ ഇൻഡിക്കേറ്റ് പോസിബിൾ മിസ്സ്റ്റേറ്റ്മെന്റ്. ഓബ്വിയസ്ലി മിസ്സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾവേസ് ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ എന്നുള്ള രീതി. പിന്നെന്താണ്? ക്രിട്ടിക്കലി അസസ് ചെയ്യുക. ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം ക്രിട്ടിക്കലി അസസ് കാര്യങ്ങൾ ചെയ്യണം. ഇനി ഈ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എപ്പോഴൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ത്രൂ ഔട്ട് ദി ഓഡിറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, പിന്നെ ഏതൊക്കെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഉണ്ടെങ്കിൽ യു വിൽ ബി അലേർട്ട് ടു കോൺട്രഡിക്ടറി എവിഡൻസ്. വൈരുദ്ധ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അലേർട്ട് കാര്യങ്ങളും. ആൻഡ് ഓഡിറ്റർ എന്ത് ചെയ്യണം? അലേർട്ട് ആവും വേണം. ക്ലിയർ? പിന്നെന്താണ്? റിലയബിലിറ്റി ഓഫ് ദി ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ. ഒരു ഡോക്യുമെന്റിന് പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ട്രിഗേർഡ് ആയിട്ട് അത് എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. പിന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഉണ്ടെങ്കിൽ ഫ്രോഡ് ഇൻഡിക്കേറ്റേഴ്സ് ആകുമ്പോൾ കുറേ കൂടി നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. പിന്നെന്താണ്? അഡീഷണൽ പ്രൊസീജിയേഴ്സും ചെയ്യും. ഇതില്ലാത്ത ഒരാളോ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ട് പോട്ടെ എന്ന് വെച്ചിരിക്കും. പക്ഷെ അങ്ങനെയല്ല. യു ഹാവ് ടു ഡു അഡീഷണൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു പോകണം. ക്ലിയർ? അതിന്റെ പിന്നെന്താ നമ്മൾ പഠിച്ചത്? പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്? ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഓവർലുക്കിംഗ് അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ്. ഓവർ ജനറലൈസിങ്. എല്ലായിടത്തും ചെലവ് കൂടുതല, എല്ലാ ഇതിനും മെയിൻ്റെനൻസ് കൂടുതല. അതൊരു ഓവർ ജനറലൈസേഷനാണ്. എന്തുകൊണ്ടാണ് ആ ചെലവ് കൂടുതൽ എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെന്താണ്? അസംഷൻ എറേഴ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. പിന്നെ നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് വി വെന്റ് ടു SA 210 പോയി. SA 210 എന്താ പറയുന്നത്? മമ്മുക്കോയ ചാടി കയറി എന്ത് ചെയ്തു? ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ മമ്മുക്കോയ എന്ത് നോക്കണമായിരുന്നു? ഏതൊരു ഓഡിറ്റ് എൻഗേജ്മെന്റ് ചെയ്യണേക്കാട്ടി മുമ്പ് അതിന് കുറച്ച് പ്രീ കണ്ടീഷൻസ് ഉണ്ട്. ആ പ്രീ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. SA 210 ഹെഡിങ് എന്താണ്? അഗ്രീയിങ് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ക്ലിയർ? ദ ഒബ്ജക്റ്റീവ്. എന്താണ് ഈ എസ്എയുടെ ഒബ്ജക്റ്റീവ്? എല്ലാ എസ്എസിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഈ എസ്എയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? of the auditor is to accept and continue. Okay, accept or continue an audit engagement upon the basis which it is to be performed has been agreed ആയിരിക്കണം. എഗ്രി ചെയ്താൽ മാത്രമേ ആ വർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിൽ പ്രീ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? AFRF എന്തായിരിക്കണം? ആക്സെപ്റ്റബിൾ ആയിരിക്കണം. പിന്നെ അടുത്തത് എന്തായിരുന്നു? മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ നിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്റേണൽ കൺട്രോൾസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് മാനേജ്മെന്റ് നിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെന്താണ്? ഇൻഫോർമേഷൻ തരാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാണ്. അഡീഷണൽ ഇൻഫോർമേഷൻ ഞാൻ ചോദിക്കുമ്പോൾ തരാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെന്താണ്? അൺറിസ്ട്രിക്റ്റഡ് ആക്സസ് ടു പേഴ്സണൽ, അതും നിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് വാക്കാൽ പറഞ്ഞാൽ മതിയോ? കാര്യമില്ല. വാക്കാൽ പറഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? യു ഹാവ് ടു ആക്ച്വലി പുട്ട് ഇറ്റ് ഓൺ റെക്കോർഡ്. അപ്പൊ എഗ്രിമെന്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ഫോമിൽ ചെയ്യാം. എൻഗേജ്മെന്റ് ലെറ്റർ ആർക്ക് അയക്കുന്നു? ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? അയച്ചു കൊടുക്കുന്നു. ക്ലിയർ? അതിന്റെ അകത്ത് എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ഈ എൻഗേജ്മെന്റ് ലെറ്റർ ഉണ്ടെങ്കിൽ എന്താ ഗുണം? മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയും. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. പിന്നെന്താണ്? ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കാര്യങ്ങൾ. ഈ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുന്നത് പ്രീ കണ്ടീഷൻസ്. അപ്പൊ പ്രീ കണ്ടീഷൻസ് ഇൻഡയറക്റ്റ് ഇതിന്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട്. അതായത് ഈവൻ ദ ഓഡിറ്റ് തീർന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് കാര്യങ്ങൾ മുൻകൂട്ടി ഇന്ന് ഇട്ട് കൊടുക്കുന്നു. സോ ദാറ്റ് അതിലും ഇനി എന്ത് ചെയ്യണ്ട? ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വേണ്ട. പ്രീ കണ്ടീഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അൺലെസ് ആൻഡ് അൺടിൽ ലോ ഇസ് ഡിമാൻഡിങ് യു ടു ഡു ദ ഓഡിറ്റ്. ഇനി എന്താണ് ലിമിറ്റേഷൻ ഓൺ സ്കോപ്പ്? സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി എൻറ്റിറ്റി എന്ന് പറഞ്ഞു. ലിമിറ്റേഷൻ ഓൺ സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഏരിയയും നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കാൻ പറ്റാത്ത ഏരിയയിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓഡിറ്റ് എവിഡൻസ് കിട്ടുള്ളൂ. ഓഡിറ്റ് എവിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല? ഒപ്പീനിയൻ മര്യാദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. ബാക്കി ചാപ്റ്റർ 8 ഡീറ്റെയിൽ ആയിട്ട്
അതിൻ്റെ ഒരു ഡിസ്കഷൻ ചെയ്യാം. ഇനി ചില സമയത്ത് എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വർക്കിലോട്ട് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ആ ഇനീഷ്യലി എഗ്രി ചെയ്ത ടേംസ് എന്ത് ചെയ്യണം, മാറ്റണം എന്ന് പറയണം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ എൻറ്റിറ്റീസ് എന്തുകൊണ്ടൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്? ഒന്നില്ലെങ്കിൽ സാഹചര്യത്തിൽ ഒരു മാറ്റം വന്നു, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ എന്താണ് റെസ്ട്രിക്ഷൻ ഓഫ് സ്കോപ്പ് കാര്യങ്ങളുള്ളപ്പോൾ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ട എന്താണ്, മാനേജ്മെന്റ് അടുത്ത് എന്നിട്ട് എന്തിനാണ് അതിന്റെ റീസൺ ചോദിക്കുക. അതൊരു RJ ആണെങ്കിൽ, റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി അതൊരു NRJ ആണെങ്കിലോ, നോൺ റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിലോ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് വലിച്ചെറിഞ്ഞ് ഓടാൻ പറ്റുമോ? ഇല്ല. വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു അത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് മാന്യമായിട്ട് എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ റെഗുലേറ്ററി അതോറിറ്റീസിനെ അറിയിക്കുക, ദോസ് ചാർജ് വിത്ത് ഗവർണൻസിനെ അറിയിക്കുക, ഓണേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, അറിയിക്കുക. ഇനി ചില സമയത്ത് സംടൈംസ് യു വിൽ ഹാവ് ടു ചേഞ്ച് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. അപ്പൊ ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്താണ്, ആ ഓഡിറ്റ് എൻഗേജ്മെന്റ് മാറിയിട്ട് ആ ടേംസ് പറഞ്ഞു വരുമ്പോൾ എന്താ, ഇവൻ ഉദ്ദേശിച്ച വേറൊരു ടൈപ്പ് ഓഫ് എൻഗേജ്മെന്റ് ആണ്. അപ്പൊ ഒരു ഹയർ ലെവൽ ഓഫ് അഷ്വറൻസ് എൻഗേജ്മെന്റിൽ നിന്ന് ഒരു ലോവർ ലെവൽ ഓഫ് അഷ്വറൻസ് എൻഗേജ്മെന്റിലോട്ട് പോകുമ്പോൾ ഓഡിറ്റർ എന്തൊക്കെ നോക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിങ്ങനെ മാറാനുള്ള കാരണം റീസണബിൾ ആണോ? ഓക്കെ. സെക്കൻഡ് എന്താണ്, ലീഗൽ ആൻഡ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ നോക്കുക. ഇനി അടുത്ത എന്താണ്, ഓൾറെഡി ഇത്രയും പണി ഞാൻ ചെയ്തു വെച്ചു, ആ പണി ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുമ്പോൾ എന്ത് പറയാൻ പാടില്ല, ഒറിജിനൽ ഓഡിറ്റ് എൻഗേജ്മെന്റിലോട്ട് റെഫറൻസ് കൊടുക്കരുത്, അതിന്റെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിലോട്ടൊന്നും കാര്യങ്ങൾ പറയരുത്. പിന്നെ എന്താണ്, റിപ്പോർട്ട് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, പഴയ റിപ്പോർട്ടിന്റെ ഫോർമാറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരു ഓഡിറ്റ് ആയിരുന്നു, ഇപ്പൊ അതല്ല, അപ്പൊ ആ ഇത് പറ്റില്ല. പിന്നെ എന്താണ്, ഇനി എൻഗേജ്മെന്റ് ലെറ്റർ എന്ത് ചെയ്യണം, പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യണം. കാരണം എന്താ, ഇതൊരു വേറെ ടൈപ്പ് എൻഗേജ്മെന്റ് കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഡിഡ് വി ലേൺ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയണേ, എടാ നീ എല്ലായ്പ്പോഴും ഒരു റെക്കറിംഗ് ഓഡിറ്റിന്റെ കേസിൽ എൻഗേജ്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യണം എന്നില്ല. പക്ഷേ ഈ താഴെ പറയുന്ന സാഹചര്യത്തിൽ ഈവൻ ഇഫ് ഇറ്റ്സ് എ റെക്കറിംഗ് ഓഡിറ്റ് എൻഗേജ്മെന്റ് യു ഹാവ് ടു ഇഷ്യൂ എൻഗേജ്മെന്റ് ലെറ്റർ. ഏതൊക്കെയാണ്? എടാ തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെന്താണ്, ഓണർഷിപ്പിൽ എന്താണ് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ മാനേജ്മെന്റിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ബിസിനസ്സിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ നിയമത്തിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ടേംസിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നീ ആക്ച്വലി പുതിയ എൻഗേജ്മെന്റ് ലെറ്റർ അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ പഠിച്ചത്, ഓഡിറ്റിംഗിന്റെ കേസിൽ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ SQC1 is applicable to all engagement. അപ്പൊ അത് എന്തിനും ആപ്ലിക്കബിൾ ആയിരിക്കും, ഓഡിറ്റ് എൻഗേജ്മെന്റ് ആപ്ലിക്കബിൾ. പിന്നെ ഓഡിറ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു SA പറഞ്ഞിട്ടുണ്ട്, SA 220. എന്തിനാണ് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഈ ക്വാളിറ്റി നിലനിർത്തിയില്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ് കാര്യങ്ങൾ പോകും, നമുക്കൊരു നിഷ്പക്ഷമായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അഷുറൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ SQC1 എന്താ പറയുന്നത്, എന്താ പറയുന്നത്, ഒരു SQC സെറ്റപ്പ് ചെയ്യും. ആ SQC സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ സെറ്റപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ SQC എന്ത് തരും, ഒരു റീസണബിൾ അഷുറൻസ് നമുക്ക് തരണം. യു ഹാവ് ടു ഡിസൈൻ ദ SQC ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ഗെറ്റ് എ റീസണബിൾ അഷുറൻസ് ദാറ്റ് എന്താണ് ഫേം ആൻഡ് ഇറ്റ്സ് പേഴ്സൺ, ഫേമിന്റെ ആൾക്കാരും SLR സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഓഡിറ്റിന്റെ കേസിൽ എന്താണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആയി മാറും. ഓക്കെ. റിവ്യൂവിന്റെ കേസിൽ എന്താണ് റിവ്യൂ സ്റ്റാൻഡേർഡ്സ് ആയി മാറും. അപ്പൊ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ, റെഗുലേറ്ററി ആൻഡ് ലീഗൽ റിക്വയർമെന്റ് ഉണ്ടോ, അതൊക്കെ മീറ്റ് ചെയ്യണം. പിന്നെന്താ പറയുന്നത്, റിപ്പോർട്ട് ഇഷ്യൂഡ് ബൈ ദ ഫേം ഓർ ഇറ്റ്സ് പേഴ്സൺ ഇസ് അപ്രോപ്രിയേറ്റ് ആസ് പെർ ദ സർക്കംസ്റ്റൻസ്. തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്നുള്ള റിപ്പോർട്ട് ഇഷ്യൂ, ശരിയാണെങ്കിൽ ശരിയാണെന്നുള്ള റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? നൗ SQC സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അടുത്ത ഡൗട്ട്, ഈ SQC എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ്, എത്തിക്കൽ റിക്വയർമെന്റ്സ്, കണ്ടിന്യൂൻസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ്, എൻഗേജ്മെന്റ്, പെർഫോമൻസ് മോണിറ്ററിംഗ്. അത് ഓർത്തിരിക്കാനുള്ള ആക്രോണിം എന്താണ്? ഈ പറയുന്ന പോലെ ലീഡർ എത്തിക്കൽ ആണെങ്കിൽ, അപ്പൊ ലീഡർ എത്തിക്കൽ ആണെന്നുണ്ടെങ്കിൽ ക്ലയന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സിന്റെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ ലീഡറിന്റെ ഉത്തരവാദിത്വം എന്താ, നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യുക, ഒരു ക്വാളിറ്റി കൾച്ചർ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അൾട്ടിമേറ്റ്ലി എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? CEO, മാനേജ്മെന്റ്, അതായത് ലീഡർഷിപ്പ്. ഇവരെന്ത് ചെയ്യണം? അപ്പൊ അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു സെറ്റ് എക്സാമ്പിൾ. ഇവർ ചെയ്യുന്ന പോലെയാണ് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നത്, കണ്ടു വളർന്നത്. അപ്പൊ എന്താണ്, യു ഹാവ് ടു സെറ്റ് എക്സാമ്പിൾ. പിന്നെന്താണ്, ഇത് അസൈൻ ചെയ്യുന്ന ആൾക്ക് എക്സ്പീരിയൻസ്, അതോറിറ്റി, പിന്നെന്താണ് എബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാവണം. ഇനി ലീഡർ എത്തിക്കൽ ആണെങ്കിൽ, അപ്പൊ എത്തിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, എത്തിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം IOCPP.
ഇൻഡിപെൻഡൻസ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യണോ? വേണം. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും മീറ്റ് ചെയ്യേണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫേമിന്റെ അകത്തൊരു സംവിധാനം ഉണ്ടാവണം. എന്തുണ്ടാവണം? സംവിധാനം ഉണ്ടാവണം. മെക്കാനിസം എന്താണ്? ഉണ്ടാവണം. മെക്കാനിസം ടു ഇൻഫോം ദ ഫേം. അപ്പം ആ ആർട്ടിക്കിൾസിന്റെ അടുത്ത് വന്നിട്ട് എടാ ഇന്ന ഓഡിറ്റ് ഉണ്ടാവാണ് എന്ന് പറയാനുള്ളൊരു മെക്കാനിസം ഉണ്ടാവണം. അത് മെയിൽ വഴിയോ അല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ പറയാം. അപ്പൊ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അയ്യോ ഇന്ന ത്രെറ്റ്സ് ഉണ്ട്, അവരെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇൻഡിപെൻഡൻസ് കാര്യങ്ങൾ എന്താണ്, ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ് എന്താ. അപ്പൊ ആ ത്രെറ്റ്സ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രോപ്പറായിട്ട് എലിമിനേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ വൺസ് ഇൻ എ ഇയർ എന്ത് ചെയ്യണം? എല്ലാവരുടെയും ഡിസ്ക്ലോഷേഴ്സ് എഴുതി വാങ്ങിക്കണം. എന്താണ് ഈ ഇൻഡിപെൻഡൻസും എത്തിക്കൽ റിക്വയർമെന്റ് ഒക്കെ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വിൽ വൈൻഡ് അപ്പ് ഫോർ ദ ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഓഡിറ്റിംഗ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം വാട്ട് യു ഡൂസ് എന്ത് ചെയ്യുക? റിവിഷൻ വീഡിയോ കണ്ട് ഒന്നിരിക്കുക. ഇന്ന് പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്ത് നോക്കാം. ഓൺലൈൻ സ്റ്റുഡൻസ് okay da. Thank you. Riya, Jitya, Adulya, clear on law. In case if you have any doubts, I've already shared my number. Feel free to connect with me. Okay, bye bye. Now sign out here. Thank you guys.